സ്റ്റോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സംഭവം എന്ന് വെച്ചാലേ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ കുറച്ച് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അൺബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രുദ്രക്കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങിന് കുറേ ഗിഫ്റ്റുകൾ കിട്ടി. കുറച്ച് കുഞ്ഞു ഉടുപ്പുകളും കുറച്ച് പൗഡറും കാര്യങ്ങളും ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കീറിയൊക്കെ ഇരിപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം നമ്മുടെ ചേച്ചിയുടെ മക്കൾ കുറേയൊക്കെ തുറന്നൊക്കെ നോക്കി കേട്ടോ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതെനിക്ക് അൺബോക്സ് ചെയ്യാനുള്ള സാധനങ്ങളാണ്, എൻ്റെ ഒരു കണ്ടന്റാണ്, നിങ്ങളത് കളയരുത്. അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഡേയ് ഇങ്ങോട്ട് നോക്കിയാണ്, ഇതെല്ലാം എനിക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്ന സാധനങ്ങളാണ്. നമ്മളെ രുദ്ര അടുത്ത് കിടപ്പുണ്ട്. പുള്ളിക്കാരി ഉറങ്ങുമായിരുന്നു. സംഭവം നമ്മളിത് സെറ്റപ്പ് തുടങ്ങാറായപ്പോൾ പുള്ളിക്കാരി എഴുന്നേറ്റ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരി നല്ല വയറൊക്കെ വീപ്പിച്ച് പാലൊക്കെ കുടിച്ച് അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങിലോട്ട് കിടക്കുവാണ്. പെട്ടെന്ന് പരിപാടി തീർത്തിട്ട് പുള്ളിക്കാരി കരയുന്നതിന് മുമ്പ് പരിപാടി തീർക്കട്ടെ. അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗിഫ്റ്റ് പൊട്ടിക്കുവാണ്. അത് ലിറ്റിൽ ഹബ്ബ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. പൊട്ടിക്കുമല്ല, ഇത് പൊട്ടിച്ച സാധനമാണ് കേട്ടോ. ഇത് അന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ പൊട്ടിച്ച് കുറച്ചൊക്കെ. ഇതിൽ ഹിമാലയയുടെ ഒരു ചെറിയ സോപ്പുണ്ട്, ഒരു ചീപ്പ്, പിന്നെ ഡയപ്പറാണ് കേട്ടോ. ഒരു ഡയപ്പർ ഇത് ഡയപ്പർ എടുത്തായിരുന്നു. പിന്നെ ഇത് പൊട്ടിച്ച് വലുതായിരുന്നല്ലേ. ഇത് ഇപ്പം നമുക്ക് ഉപയോഗിക്കാക്കത്തില്ല, പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി വലിയ ഡയപ്പറായിരുന്നു. അപ്പോൾ ഡയപ്പറുണ്ട്. പിന്നീട് വന്നിട്ട് പിന്നെ ചീപ്പ് ഞാൻ കാണിച്ചായിരുന്നു. പിന്നീട് വന്നിട്ട് ഒരു കുഞ്ഞുടുപ്പ് കേട്ടാ, ഒരു കുഞ്ഞുടുപ്പ്. പിന്നീട് ഒരു കുഞ്ഞു നിക്കറും. ഇതെന്താണ്? ടബല്. നോക്കട്ടെ, തയ്ച്ചു വെച്ചിരിക്കുകയാണല്ലേ. അത് തൊപ്പി. ഇത് ഇത്രയാണ് ഇതിലുള്ളത് കേട്ടാ. അപ്പം നമ്മൾ ആദ്യത്തെ സാധനം ഇതാണ്. സംഭവം നമ്മൾ ഇത് പൊട്ടിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇനി ഇതൊക്കെ ഇട്ടൊക്കെ കൊടുക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കൊരു വീഡിയോ ആവും. ഒന്നാമത്തെ പരിപാടി ഇതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം നടന്നു കേട്ടാ. പുള്ളിക്കാരി ബഹളം വെച്ചു. പുള്ളിക്കാരിക്ക് വിശപ്പ് തുടങ്ങിയപ്പം നമ്മളെ സൂര്യക്കുട്ടി നമ്മുടെ രുദ്രയെ കൊണ്ട് അപ്പുറത്തെ റൂമിലോട്ട് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഒറ്റയ്ക്ക് ബാക്കിയുള്ള വീഡിയോസ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരെണ്ണമല്ലേ പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് പരിപാടി ചെയ്യാനും എളുപ്പമാവും. അപ്പോൾ ഒന്നാമത്തേതാണ്. രണ്ടാമത്തെ മൈമി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ സാധനമാണ്. ഇത് നമുക്ക് ആയുധം കാണിച്ചാൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും നമുക്കിത് പൊട്ടിച്ചല്ലേ പറ്റൂ. ഞാൻ മറച്ചു പിടിച്ചേക്കെ. ഒന്നാമത് ഭയങ്കര കോപ്പിറൈറ്റ് പ്രശ്നങ്ങളാണ് കൊച്ചുങ്ങളെ. ഞാൻ പറഞ്ഞില്ലേ, രുദ്രയുടെ നൂലുകെട്ട് വീഡിയോ ഇട്ട സമയത്തും എൻ്റെ വീഡിയോ ബ്ലോക്ക് ചെയ്ത് യൂട്യൂബ്. സംഭവം കുട്ടികളെ എന്താണ്, ഒരുപാട് ആളുകൾ കൂടി കുട്ടിയെ എന്തോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അപ്പീലൊക്കെ ചെയ്ത് എനിക്ക് വീഡിയോ യൂട്യൂബ് തിരിച്ചു തരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മൈമീര് സാധനം പൊട്ടിക്കുമ്പോൾ നല്ല പാക്കിംഗ് ആണ് കേട്ടോ. നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പൊട്ടിക്കാനുള്ള സാധനമാണല്ലോ, നമുക്ക് ഫോട്ടോ നോക്കി വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ. സാധനം എന്തായാലും നമുക്ക് എടുത്തേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഭംഗി നോക്കി വെച്ചേക്കാൻ പറ്റൂല. അത് ഇതിലും വന്നിട്ട് ഹിമാലയയുടെ ഒരു സോപ്പ്, താഴെ പോയി, അത് പോട്ടെ. ഹിമാലയയുടെ ഒരു സോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 1 2 3 4 കരിവള. പിന്നീട് ഒരു കുഞ്ഞു നിക്കറ്. തിരിഞ്ഞു പോയി. കുഞ്ഞു നിക്കറ്, ഒരു കുഞ്ഞുടുപ്പ്. ഓക്കെ, ഒരു കുഞ്ഞുടുപ്പും 3 കരിവളയും, 4 കരിവളയും കേട്ടാ. 4 കരിവളയും. ഓക്കെ, പിന്നെ ഒരു കുഞ്ഞു ഡയപ്പറും. അത് കുഞ്ഞിതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു കേട്ടോ. ന്യൂ ബോൺ ആണെന്ന് തോന്നുന്നു. അത് നോക്കാം. ഇത്
ഇത് ഇത് കവർ ചെയ്ത് വന്ന തുണിയാണെന്ന് തോന്നുന്നു കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, അതിനകത്ത് വേറെ ഇല്ല. പിന്നീട് വന്നിട്ട് മോംസ് കെയർ എന്ന് പറയുന്നത് ഫോർ ആൾ ലിറ്റിൽ ജോയ്സ്. അതെന്താണെന്ന് നോക്കാം. വാവ്, ഒരു പ്രാക്ക്. ഓ, ഇതൊക്കെ ഇനി നമ്മളെ രുദ്രക്കുട്ടി ഇനി വലുതാവണം കേട്ടോ. കുറേ കൂടെ വലുതായാലേ നമുക്ക് ഇതൊക്കെ ഇടാൻ പറ്റും. നല്ല പാക്കിംഗ് ആണ് കേട്ടോ, ബോക്സ് പോലെ ഉണ്ട്. ഒരു കുഞ്ഞു നിക്കറും, അത് നമുക്ക് മടക്കി അതിൻ്റെ അകത്ത് തന്നെ വെക്കാം കേട്ടോ. അതപ്പം എടുക്കുക എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ മൈമീര് ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ ഞാൻ പൊട്ടിച്ച സെയിം സാധനം തന്നെയാണ് മൈമീര്. അത് നമുക്ക് ഇനി പൊട്ടിക്കണ്ടല്ലോ അല്ലേ, ഇത് നമ്മൾ കുറച്ച് മുമ്പ് പൊട്ടിച്ച സെയിം സാധനം തന്നെയാണ്. ഓക്കെ, ആ 4 കരിവളയും ഒരു നിക്കറും ഒരു ഉടുപ്പും വരുന്ന ആ സാധനമാണ്, സോപ്പൊക്കെ വരുന്ന സാധനം. അത് നമുക്ക് ഇവിടെ വയ്ക്കാം. സെയിം സാധനം കൊണ്ടാണ് ഞാൻ പൊട്ടിക്കായിരുന്നത്. പിന്നെ വേറൊരു കളർ മൈമീര്, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ സുല ഒരു ഗിഫ്റ്റും കൂടെ കൊണ്ടുവന്നു കേട്ടാ. ഇനി വല്ലതും ഉണ്ടാടേ? കരച്ചിൽ വരല്ലേ, കരച്ചിൽ കോപ്പിറൈറ്റ് വരും, ശ്രദ്ധിച്ചോണം. കോപ്പിറൈറ്റ് അല്ല, യൂട്യൂബ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കും, ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നമുക്ക്. ആരാണ് ഇതാ ഒരു വിഷയമുണ്ട്, ഇത് ആരൊക്കെയാണ് തന്നെന്നുള്ളത് പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ടാണ് ആളുടെ പേരെടുത്ത് പറയാത്തത്. ക്ഷമിക്കണം, തന്നവർക്ക് മനസ്സിലാവില്ല ഇത് നിങ്ങളൊക്കെ തന്ന ഗിഫ്റ്റ് ആണെന്ന് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, മുട്ട പിന്നായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് വലിച്ചിളക്കി എടുക്കാം. സ്റ്റിക്കർ എവിടെയൊക്കെയാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഒരു പിടിയില്ല. ഇത് നേരത്തെ പോലെ ഒരു വെള്ളമല്ല, നേരത്തെ പോലത്തെ ഒരു തുണിയിൽ 4 വള, ഒരു കുഞ്ഞുടുപ്പ്, ഒരു ഹിമാലയയുടെ ഒരു സോപ്പ്, ഹിമാലയയുടെ ഒരു പൗഡർ. അപ്പോൾ ഇതാണ് അതിലുണ്ടായിരുന്നത്. പിന്നീട് അതേ കളറിൽ സെയിം സാധനം മൈമീര 3ാമത്തെ ബോക്സ് ആണ് കേട്ടത്. സെയിം സാധനമാണ്, അതുകൊണ്ടാണ് ഇത് പൊട്ടിക്കാത്തത്. സെയിം സാധനമാണ്, നമുക്ക് എല്ലാം പൊട്ടിച്ച് നശിപ്പിക്കേണ്ട. സെയിം ആയതുകൊണ്ടാണ് പൊട്ടിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഗിഫ്റ്റുകളിലോട്ട് കിടക്കാം. ഓക്കെ, അടുത്തത് വന്നിട്ട് ലിറ്റിൽ ടച്ചിൻ്റെ ബേബി വെയർ ആൻഡ് കെയർ ലെഫ്റ്റ് മോക്ക് യുവർ ബേബീസ് ഹാപ്പി. ഓ വാവ്, സൂപ്പർ, നല്ലൊരു പ്രാക്ക് കേട്ടോ, ബനിയൻ മോഡൽ പ്രാക്ക്. ഞാൻ പറഞ്ഞത് പ്രാക്കെന്നേ എനിക്കറിയാമല്ലോ, ശരിക്കുള്ള പേര് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതും ഒരു കുഞ്ഞു നിക്കറും ആണ് ഇതിലുണ്ടായിരുന്നത്. നിക്കറിന് വേറെ എന്തെങ്കിലും ഭാഷ ഉണ്ടോ? നിക്കറെന്ന് പറയുന്ന പ്രശ്നമില്ലല്ലോ അല്ലേ. അപ്പം നല്ല ബോക്സ് കേട്ടോ, നല്ല പാക്കിങ്. അപ്പോൾ അതും ഞാൻ ബോക്സ് കീറുന്നില്ല, അതും ഞാൻ ഒതുക്കി വയ്ക്കുക എളുപ്പമാണല്ലോ. പിന്നെ ബേബി ടച്ചിൻ്റെ അത് സെയിം സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ബേബി ടച്ചിൻ്റെ അതും നല്ലൊരു പ്രാക്ക് കേട്ടോ, നല്ലൊരു പ്രാക്ക്. ഓക്കെ, അതും ഒരു നിക്കർ. ഓക്കെ, അതും നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തത് വന്നിട്ട് ബേബി ലീ ഫോർട്ട് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ സോഫ്റ്റ് ലൈക്ക് മോംസ് ടച്ച് ലീ ഫോർട്ട് ഗ്രൂപ്പിൻ്റെ ബോക്സ് നല്ല രസമുണ്ട് കേട്ടോ. അമ്മേ, അയ്യോ, എന്താണ്, അടിപൊളി 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 കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒന്നും മോശമെന്നല്ല, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നല്ലൊരു നിക്കറും. ഇതൊക്കെ പിള്ളക്കാരി ഇനി വലുതാവണം ഇതൊക്കെ ഇടാനായിട്ട്. ഓക്കെ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് ബ്രാൻഡിൻ്റെ പേര്. ഓക്കെ, ഇനി വന്നിട്ട് ഫസ്റ്റ് പ്രൈസ് യു ആർ വെരി സ്പെഷ്യൽ
ബേബി ഗിഫ്റ്റ് ബോക്സ്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. അതും നമ്മുടെ നേരത്തെ എടുത്ത പോലെ തന്നെ സെയിം സാധനമാണ് കേട്ടോ. സംഭവം ഞാൻ ഇങ്ങനെ വലിച്ചിളക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇതൊക്കെ പൊട്ടിക്കാൻ പറഞ്ഞു. അവർക്ക് ഇത് നല്ലപോലെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും നോക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പം ഫുള്ള് പൊട്ടിക്കണോ വേണ്ടതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വലിച്ചുവാരി ഇടണ്ടല്ലോ. ഇതിൽ കിലുക്കൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ കിലുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ശബ്ദം. ഇതിൽ ഈ പറഞ്ഞ പോലെ ഹിമാലയയുടെ സോപ്പ്, ഹിമാലയയുടെ പൗഡർ, 2 വള, പിന്നീട് മുട്ടുപിന്ന്. മുട്ടുപിന്ന് ഇവിടെ ആയിരുന്നു. അതിൽ 2 വളയും 1 നിക്കറും 1 ബനിയനും ആണ് ഇതിലുള്ളത്. അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വേസ്റ്റ് ഇങ്ങോട്ട് പോട്ടെ. വേസ്റ്റ് കുറേ ആയി. ഈ സാധനം ഞാൻ രുദ്രയ്ക്ക് കൊടുക്കൂല ഏട്ടാ. ചുമ്മാ രുദ്രയ്ക്കുള്ളല്ലേ. ഓക്കെ, അതവിടെ വയ്ക്കാം. കോമൾ ബേബി കിഡ്സ് വെയർ. ഓക്കെ, അതൊരു പ്രാക്കാണ് കേട്ടാ. അതൊരു പ്രാക്കുണ്ട്. ഇതെന്താണ്? പേഴ്സാ. നമ്മളെ രുദ്രയ്ക്ക് പേഴ്സൊക്കെ കിട്ടി കേട്ടാ. നമ്മളെ തോളിലിട്ടുണ്ട് നടക്കാം പേഴ്സ്. രുദ്രയുടെ കത്തിയിട്ടാണ് പേഴ്സാണ് പറയുമ്പോൾ. കുഞ്ഞി സിബൊക്കെ ഉണ്ട് കേട്ടാ. പുള്ളിക്കാരി എന്ന് വലുതായി ഇനി ഇതൊക്കെ ഇടാനാണല്ലേ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കുഞ്ഞു നിക്കറും. അത് നമുക്ക് വലിച്ചു വാരി ഇടണ്ട. അത് ബോക്സിനകത്ത് തന്നെ ഇരിക്കട്ടെ. നമുക്ക് വലിച്ച് കീറുന്ന സാധനം മാത്രം നമുക്ക് വേസ്റ്റിലോട്ട് കളയാം. ഇതിപ്പോൾ ഒതുങ്ങി ഒരു സ്ഥലത്തോട്ട് ഇരിക്കുമല്ലോ. ഓക്കെ, പിന്നെ വന്നിട്ട് ലിറ്റിൽ ഹബ്ബ് നമ്മൾ ഫസ്റ്റ് പൊട്ടിച്ച സെയിം സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ സാധനമാണെന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ, 1 നിക്കർ, 1 ഉടുപ്പ്, 1 തൊപ്പി, അതാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഡയപ്പറുണ്ട്. അതിനകത്ത് ഡയപ്പർ ഇരിപ്പുണ്ട്. ഡയപ്പർ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഡയപ്പർ അല്ല, ഇത്തിരി വലുതാണ് ഡയപ്പർ. 2 ഡയപ്പറുണ്ട്, 1 ഹിമാലയയുടെ സോപ്പുണ്ട്, 1 ചീപ്പുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. വേസ്റ്റ് ഇങ്ങോട്ട്. അടുത്തത് വന്നിട്ട് പിങ്കി ഗിഫ്റ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. എന്താണെന്നുള്ളത് നോക്കാം. ബഡ്സ് നമുക്ക് കുട്ടികൾക്കൊന്ന് ഉപയോഗിച്ചിടും കേട്ടോ. ഇതിൽ വരുന്നതാണ്. എന്നാലും ഞാനൊരു മുന്നറിയിപ്പ് തരുന്നതാണ്, ബഡ്സ് ഉപയോഗിക്കരുത്. പിന്നീട് വന്നിട്ട് ഇത് മേടിച്ച് തന്നവരെ കുറ്റം പറയുന്നതല്ല, ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞു. ബഡ്സ് നമ്മൾ വലിയവരായാലും ബഡ്സ് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ 1 വളയുണ്ട്. പിന്നെ പൗഡറൊക്കെ ടച്ച് ചെയ്ത് ഇതിൻ്റെ കുഞ്ഞിലേക്ക് ഞാൻ എൻ്റെ അനിയത്തിക്കൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ ടൈപ്പൊക്കെ. അപ്പോൾ ആ ഒരു സാധനം. പിന്നെ ഹിമാലയയുടെ സോപ്പ്. പിന്നെ ഇരിക്കുന്ന ടബലാണ് ഹിമാലയയുടെ പൗഡർ. 1 ബനിയനുണ്ട്, 1 നിക്കറുണ്ട്. ഓക്കെ, പിന്നെ ഇത് കാണുന്ന ടവലാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് വലിച്ചു വാരി ഇടണ്ട. ഇതും നമുക്ക് മടക്കി തന്നെ വെക്കാം. ഓക്കെ 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 പിന്നീട് എന്താണെന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഇത് രുദ്രക്കുട്ടി ഇതൊക്കെ ഇട്ട് തിളങ്ങേണ്ടതാണ്. രുദ്രക്കുട്ടി ഒന്ന് വലുതായിക്കോട്ടെ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ രുദ്രക്കുട്ടി ഇതെല്ലാം ഇട്ട് ഞാൻ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. രുദ്ര ഇതൊക്കെ ഇട്ട് എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതും നാട്ട് പോട്ടെ. പിന്നെ അടുത്ത നെറ്റ് തിളങ്ങുവാണ് കേട്ടോ, തിളങ്ങുവാണ്. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് രുദ്രയ്ക്ക് 2 1 നിക്കറ്, 1 ബനിയൻ
ഓക്കെ, എൻ്റെ ചാനലിലെ ആദ്യത്തെ ഇത്തിരി നീളം കൂടി അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അത് അൺബോക്സ് വീഡിയോ ഇത്തിരി നീളം കൂടി അൺബോക്സ് വീഡിയോ ആണിത്. അടുത്തതായിട്ട് നല്ല മാലാകെ പോലെ ഇരിക്കുന്ന ഫ്രോക്ക്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ പാവാട കാണാനായിട്ട് വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതെല്ലാം ഇട്ട് കാണിച്ച് തരുന്നതായിരിക്കും. ഇടാനുള്ള സമയമാവട്ടെ. അടുത്തത് വന്നിട്ട് നേരത്തെ എടുത്തതുപോലെ തന്നെ ഒരു, അയ്യോ ഇതിൻ്റെ തല എവിടെയടി? അമ്പട അയ്യമ്മ. നോക്കൂ സുഹൃത്തുക്കളെ, കൊള്ളാം കേട്ടാ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കും ഇത് രുദ്രയൊക്കെ ഇട്ട് കാണാൻ കൊതിയാവുകയാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത സെഷൻ. എന്നിട്ട് ബ്ലൂ ഒരു ഉടുപ്പ്, ഒരു നിക്കർ. അത് നമുക്കിപ്പോൾ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും മാറ്റി വയ്ക്കാം. സുലാമ വരട്ടെ. പട്ട്, ഇതൊക്കെ ഇത് തലയിൽ വയ്ക്കുന്ന സാധനമാണ്. തലയിൽ വയ്ക്കുന്ന പട്ടിൻ്റെ ഉടുപ്പ്, ഒരു കുഞ്ഞിപ്പട്ട് പാവാട. ഓക്കെ, അതങ്ങോട്ട് മാറ്റാം. ഒരു ഉടുപ്പും ഒരു നിക്കറും. അപ്പോൾ ഇതിൽ അതായിരുന്നു. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇടാൻ പറ്റിയ അതാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇത് മാറ്റി വെച്ചേക്കാം. പുള്ളിക്കാരി കുട്ടി ഉടുപ്പല്ലേ ഇട്ടിരുന്നത്, അതുകൊണ്ട് കുറച്ച് ഇത് കഴിഞ്ഞപ്പോഴേ പറയുന്നതൊക്കെ പൊട്ടിക്ക് നമുക്ക് ഇടാൻ പറ്റുന്നതൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കാം. വീണ്ടും വീണ്ടും ഒരു മാലാകെ പോലത്തെ ഒരു ഫ്രോക്ക് നല്ല ഭംഗിയുണ്ടല്ലേ. അതേപോലെ ഒരു നിക്കർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 2 ബോക്സ് ഉണ്ട്. 2 ബോക്സിൽ ഒരെണ്ണത്തിൽ ഹിമാലയയുടെ ഫുള്ള് സാധനങ്ങൾ വരുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു സെറ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഹിമാലയയുടെ ബേബി ഷാംപൂ, ഹിമാലയയുടെ ബേബി ലോഷൻ, ഹിമാലയയുടെ തന്നെ ബേബി സോപ്പ്, പിന്നീട് ഹിമാലയയുടെ ബേബി മസാജ് ഓയിൽ, പിന്നെ ഹിമാലയയുടെ ബേബി പൗഡർ. അപ്പോൾ അത് നമുക്ക് ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കട്ടോ. ഓക്കെ, അത് പാക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇതല്ല വേറെ ഒന്നുമില്ലല്ലോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഗിഫ്റ്റ് ബോക്സിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഗിഫ്റ്റാണ്. ഇതെന്താണെന്ന് നോക്കാം. ഇതും ഹിമാലയയുടെ ഒരു ബോക്സ് തന്നെയാണ് കേട്ടോ. നോക്കാം, ചിലപ്പം ഇതിലില്ലാത്ത എന്തോ ഇതിലുണ്ട്, ചിലപ്പോൾ അതിലുള്ളത് ഇതിൽ കാണില്ല, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, സെയിം സാധനം എന്ന് പറഞ്ഞാൽ
ഹിമാലയയുടെ ബേബി ഷാംപൂ, ഹിമാലയയുടെ ബേബി ലോഷൻ, അതുപോലെ തന്നെ ബേബി സോപ്പ്, അതുപോലെ ബേബി മസാജ് ഓയില്, ബേബി പൗഡർ, പിന്നെ എക്സ്ട്രാ എന്ന് പറയുന്നത് 2 കുട്ടി ഉടുപ്പുണ്ട് കേട്ടോ. 2 കുട്ടി ഉടുപ്പ് നമ്മുടെ രുദ്രയ്ക്ക് ഇപ്പോൾ ഇടാൻ പറ്റിയ തരത്തിലുള്ള 2 കുട്ടി ഉടുപ്പുണ്ട്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റുകളാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തത്. രുദ്രയുടെ എൻ്റെ അല്ല, രുദ്രയുടെ ഗിഫ്റ്റുകളാണ് അൺബോക്സ് ചെയ്തത്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാത്ത കുറേ ഉണ്ട്, അത് സെയിം സാധനമായിട്ടാണ് പൊട്ടിക്കായിരുന്നത്. അപ്പോൾ നമ്മൾ അൺബോക്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ. രുദ്ര ഇപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ രുദ്രയെ ഒന്ന് ഉറക്കണം, ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒരു വൃത്തിയാക്കി അടിപൊളിയായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അൺബോക്സ് വീഡിയോ ഇവിടെ നിർത്തുവാണ്. അൺബോക്സ് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി അൺബോക്സ് ചെയ്യാൻ എൻ്റെ പേഴ്സണലായിട്ട് വേറെ സാധനങ്ങളുണ്ട്, അത് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ.